തിരുവനന്തപുരം. You can try. Long time. Hey. How are you? Yeah, good. അടുത്തൊരു നമ്മുടെ റഷ്യയിലെ മോസ്കോയിലെ ദിവസത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഒരു മെട്രോ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ മുകളിലോട്ട് പോവാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ എസ്കലേറ്റർ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ സബ്വേയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 82-84 മീറ്റർ ആണ് അത് വരുന്നതെന്ന് പറയുമ്പോൾ താഴെ നിന്ന് തുടങ്ങിയിട്ട് കേട്ടോ നല്ല ക്ലിയർ ഇല്ല, അതിങ്ങനെ പോയിട്ട് അതിവിടെയൊന്നും തീരുന്നില്ല, അങ്ങാണ് തീരുന്നത്. അവിടെയും തീരുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ടോ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നമ്മുടെ സബ്വേ. പണ്ട് കാലത്ത് യുദ്ധം കാരണമാണ് അവർ ഇത്രയും ആഴത്തിലുള്ള നമ്മുടെ സബ്വേ ഒക്കെ ഇവിടെ നിർമ്മിച്ചത്. ഇത്രയും ആഴത്തിൽ കാരണം ചില റൂമറുകളുണ്ട് ഇതും നമ്മുടെ ബങ്കറുകളായിട്ടൊക്കെ ചില കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഭയങ്കര റൂമർ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് സോവിയറ്റ് യുദ്ധകാലത്ത്. നമ്മുടെ അവസാനം മെട്രോ ഏകദേശം ഒരു 4-5 മിനിറ്റ് കേട്ടോ, ഞാൻ 5 മിനിറ്റ് വേണമെങ്കിൽ നിന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ അവസാനം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ കാണുന്ന മെട്രോ സ്റ്റേഷനൊക്കെ കാണാനായിട്ട്. എൻ്റെ ക്യാമറ ക്വാളിറ്റി കാരണം നിങ്ങൾക്ക് അത് നല്ലതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അടിപൊളി കേട്ടോ, ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടിപൊളി സ്റ്റേഷൻ. ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങി നടന്നു പോവാണ്. ഇവിടെ ഒരു കലാകാരൻ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മെട്രോ കഴിഞ്ഞ് നേരെ കയറി വരുന്നത് നമ്മുടെ പാർക്കിന്റെ ഒരു പൊബേദി എന്ന് പറഞ്ഞ ഒരു പാർക്കിന്റെ അടുത്താണ്. ഇവിടെ നമ്മൾ നേരെ ആദ്യം കാണുന്നത് 1812 നമ്മുടെ വാറില്ലേ, ആ വാറിന്റെ വിക്ടറി ആയിട്ട് അത് ജയിച്ചതിന്റെ കാരണമായിട്ട് അവരുണ്ടാക്കിയ ഒരു മോണുമെന്റ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെയാണ് പാർക്ക് പൊബേദി എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുവാണ്. ഞാൻ വന്നിരിക്കുന്നത് റോഡിന്റെ അടിയിലാണ്. അങ്ങോട്ട് നമ്മുടെ പാർക്കിന്റെ ഏരിയകളാണ്. എന്ത് മനോഹരം അല്ലേ. ഇന്ത്യ യു റഷ്യ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ ഓക്കെ ഉസ്ബെക്കിസ്ഥാൻ ഓക്കെ അവരെന്നെ കണ്ടോണ്ട് ഹായ് കാണിച്ചതാണ്. നമ്മൾ മറ്റൊരു ഭാഗത്ത് നടന്നു വരുമ്പോൾ ഇവിടെ വലിയൊരു കൂറ്റൻ മോണുമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മോണുമെന്റ് നമ്മുടെ റഷ്യയിലെ നമ്മുടെ വാറുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ, ആദ്യത്തെ ലോകമഹായുദ്ധം, അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഒരു വിക്ടറിയുടെ ഭാഗമായിട്ട് അവരിവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റഷ്യൻ ഫ്ലാഗിൽ അവരുടെ ആർമിക്കാർ ഇതാക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തും അതെല്ലാം നമ്മുടെ വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് അവരാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയൊരു ഏരിയ വേൾഡ് വാർ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഇവർ റഷ്യയിലെ ഫസ്റ്റ് വേൾഡ് വാറാണ് ഇവർ കൂടുതൽ പ്രാതിനിധ്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് റെവല്യൂഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിനുശേഷം ആക്ച്വലി റഷ്യ വേൾഡ് വാറിൽ ജയിച്ചതായിട്ട് അങ്ങനെ അധികം ആരും കണക്കാക്കുന്നില്ല. സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫുള്ള് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു മോണുമെന്റ്സും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനപ്പോൾ 2-2.5 വർഷം മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് മീറ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിവിടെ കുറേ ഫ്രണ്ട്സുകളെ എനിക്ക് മീറ്റ് ചെയ്യാനുണ്ട്. ബട്ട് ആരും ഇവിടെ ഇല്ല, എല്ലാവരും പലയിടത്തായിട്ട് കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരാൾ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ കണ്ട അവൻ ഇപ്പോൾ ഇറാനിലാണ്. വേറൊരാൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു, അവൻ ക്യാമ്പിംഗ് ആയിരുന്നു. പിന്നെ വേറൊരാൾ ഇപ്പോൾ സോച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പിന്നെ വേറൊരാൾ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. പിന്നെ വേറെ കുറേ സുഹൃത്തുക്കളല്ലാതെ വേറെ പല സ്ഥലത്താണ്. അപ്പോൾ കാണുന്നവരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്, ഫുള്ള് കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് പോലും കിട്ടുന്നില്ല. മുഹമ്മദ് ഓക്കെ ഹായ് محمد ഓക്കെ മാഹിൻ yeah Mahin откуда India اوه Shahrukh Khan yeah Salman Khan откуда Tajikistan no it's okay amigo friend Kalaisis okay Shahrukh Khan Salman Khan Jimmy say Jimmy Ashwari right Jimmy you here it's okay TikTok not TikTok
യൂട്യൂബ് Right in there. No? Okay. പുള്ളിക്കാരൻ യൂട്യൂബിൽ വരട്ടെ. അത് പുള്ളിക്കാരൻ പറഞ്ഞു ലീല പുള്ളിക്കാരൻ ജിമ്മി സൽമാൻ ഖാൻ ഷാറൂഖ് ഖാൻ ഐശ്വര്യ റായ്. ഓ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ കാണിക്കാണ് പുള്ളിക്കാരൻ. ഓക്കെ പുള്ളിക്കാരൻ എൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് സെൽഫി എടുക്കുവാണ്. ഞാൻ യൂട്യൂബ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ തജിക്കിസ്ഥാനിൽ നിന്നാണ്. ഇവിടെ കുറേ ആൾക്കാർ തജിക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കസാക്കിസ്ഥാനിൽ നിന്നൊക്കെ ജോലി ചെയ്യാൻ വരും. കാരണം ഇവിടെ കൂടുതൽ പൈസ കിട്ടും. തജിക്കിസ്ഥാൻ ഗുഡ് ബപ്പേഷ് തജിക്കിസ്ഥാൻ ബപ്പേഷ്. അതെ പുള്ളിക്കാരൻ എൻ്റെ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പുള്ളിക്കാരൻ നല്ലതാണ്. പുള്ളിക്കാരൻ പറയാം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് തൊപ്പി തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഗിഫ്റ്റായിട്ട്. ഓക്കെ നല്ല ആളാട്ടോ പുള്ളിക്കാരൻ. ആ തൊപ്പി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ തൊപ്പി പുള്ളിക്കാരനെ കൊടുത്തു. ആക്ച്വലി എനിക്ക് ഇന്ത്യയിൽ അയക്കണം. ആ തൊപ്പി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്തായാലും ഭയങ്കര സന്തോഷമാക്കി. പിന്നെ അതുകൊണ്ട് ഞാൻ കൊടുത്തു കേട്ടോ. എനിക്ക് നാട്ടിൽ എങ്ങനെയെങ്കിലും അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ആഗ്രഹത്തിലിരുന്ന സാധനം. ഇവിടെ കുറേ ആൾക്കാർ നല്ലൊരു മനോഹരമായിട്ടുള്ള അണ്ണാനെ കണ്ടപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ്. സോ അവർ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് പയ്യെ പോവുകയാണ്. അണ്ണാനെ കണ്ടോണ്ട് എൻ്റെ അമ്മോ ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള അണ്ണാനോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അണ്ണാൻ മനുഷ്യനെ കണ്ടാൽ ഓടി തെറിക്കും. സോ എൻ്റെ അമ്മോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അണ്ണാൻ ഇങ്ങനെ ഇവിടെ വരുമെന്ന്. എൻ്റെ അമ്മോ ഫ്രണ്ട്ലി അണ്ണാന് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് മനുഷ്യന്മാർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടായിരിക്കണം. കണ്ടില്ലേ അത് അവിടെ നിന്ന് മനുഷ്യന്മാരെ പോലെ എണീറ്റിരുന്ന് ആക്കുന്ന കാഴ്ചയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫുള്ള് മഴയാണ് കേട്ടോ. ഇവിടെ തോന്നുമ്പോൾ മഴ വെയിൽ. റഷ്യയിലെ സമ്മറിൻ്റെ ക്ലൈമറ്റ് ഒരു രസമില്ല. ഇത് വേറെ എല്ലായിടത്തും അല്ല. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും മോസ്കോയിലും ഇങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട്. നമ്മുടെ ദാഷ തണുപ്പത്ത് നടന്നു പോവാണ് കേട്ടോ. ദാഷ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. ദാഷത ദാഷ How are you? Long time. Hey. How are you? Yeah, a good. lot of bags, no? Yeah. How are you? When did you come? Yesterday? No, day before yesterday. Day before yesterday. Yeah. How long you been still? ഈ കാണുന്ന ഭാഗത്തുനിന്നാണ് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സംഭവം കണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർത്തഡോക്സ് പള്ളി. ഇവിടെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു എന്താ പറയുക ഒരു മോണുമെൻ്റ് ആണ്. വാട്ട് ഈസ് ദിസ് പ്ലേസ്? So this is place about the war. Okay. This place exactly about Second World War. This white building, it's museum, and this high building, it's symbolize. It's very high. It's actually the highest monument in Moscow. Highest monument in Moscow. Yes, and every 10 centimeters, you can see different day of war. Of Second World War. Nice. ഇതാണ് നമ്മുടെ മോണുമെന്റ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ ദിവസങ്ങളെ കണക്കാക്കാൻ വേണ്ടി എത്ര സെന്റിമീറ്റർ, ഓരോ 10 സെന്റിമീറ്ററും ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയും ഇതാക്കിയത്. അപ്പോൾ എത്ര സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ അത് എത്ര ദിവസത്തിന്റെ യുദ്ധമാണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കുറേ പൂക്കളും സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. റഷ്യയിലെ നമ്മുടെ മോസ്കോയിലെ ഏറ്റവും വലിയൊരു മെമ്മോറിയലാണ് നമ്മുടെ ഇത്. താനിയ, ലോങ് ടൈം. How are you feeling? Is there any changes for me? No. No, same? Same. I look same? Yes. Oh, Same. no fat, no thin, no dark, no color. War. Okay. There's Yeah. a lot of facts. Bulgari? No changes. You are also like same? Yeah, same. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ വേറൊരു സുഹൃത്തുണ്ട്, താനിയ എന്ന് പറയുന്ന. പുള്ളിക്കാരിയും റഷ്യയിലാണ്. പക്ഷേ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ മീറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ടതാണ്. നമ്മൾ ഒരു ദിവസം വി വെന്റ് ടു പൂൾ വൺ ഡേ. നമ്മൾ ഒരു ദിവസം പൂളിലൊക്കെ പോയി അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാണ് കേട്ടോ പുള്ളിക്കാരിയെ.
ഇത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഭയങ്കര ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു സുവനീസ് സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു സംഭവം. ഇവിടെ കുറേ കുട്ടികൾ സ്കൂളിൽ നിന്ന് എക്സഷന് വന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പണ്ട് ഇവർ യുദ്ധസമയത്തൊക്കെ ഉപയോഗിച്ച കുറേ ആർമിയുടെ എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പണ്ട് അവർ ഉപയോഗിച്ചത് അതിവിടെ ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടാങ്കുകൾ കണ്ടോ, ഇതൊക്കെ ടാങ്കുകളാണ്. നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കുവാണ്. ആ പാർക്ക് മുഴുവൻ ടാങ്കുകളും സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് പിക്ചേഴ്സ് എടുക്കാം, പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതുവഴി വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ്. നമ്മൾ കുറച്ച് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാനും ദാശയും കൂടെ നമ്മൾ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി പോവാണ്. ദാശ ഭയങ്കര കോമൺ ടൈമാണ് കേട്ടോ. ഐ തിങ്ക് എവറി പീപ്പിൾ ഇൻ റഷ്യ ദേ ഹാവ് ദാശ, റൈറ്റ്? Name Dasha. In Russia? Yeah. What do you mean every people? I mean most of the people their name is Dasha. Not most, but it's Many. popular name. It's very popular. Dasha, Ektaria, these things. Which one? Ektaria. Ekaterina or which? Ektaria. Ekaterina. Ekaterina. അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ, ഭയങ്കര പോപ്പുലറായിട്ട്. പിന്നെ വ്ലാഡ്, പിന്നെ അത് ആണുങ്ങളുടെ പേരാണ്. അവിടെ നമ്മുടെ ഇവിടെ അടുത്തായിട്ട് മാരേജ് നടക്കുവാണ് കേട്ടോ. ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അത് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി വരുന്ന ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. കപ്പിൾസാണ് അതുകൊണ്ട് അവിടെ നിൽക്കുന്നത്, കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഇവരാണ് കേട്ടോ കല്യാണം. ഹലോ, കൺഗ്രാജുലേഷൻ. Congratulations. I'm fine, and you? Yeah, I'm good. Today is your marriage? Нет. No. No marriage? Нет. В смысле? Да. The marriage. Пара, да. Okay. Это не английский просто. Он путешественник, и он блогер, известный в Индии. Он по всему вот. миру Индия. путешествует, и он сейчас увидел, ему стало интересно, что это свадьба, и... Russian свадьба, но только часть. Переводите. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. Nice to meet you. Nice to meet you. I take picture with you? Да. Okay. Bye. Take care. Bye. Спасибо. Spasiba. അങ്ങനെ ഒരു വെഡ്ഡിങ്ങിൽ ക്രാഷ് ചെയ്തു. നല്ല അടിപൊളി കപ്പിളായിട്ടോ. അവരുടെ റഷ്യയിലെല്ലാം കാണാൻ സാധിച്ചു. കുറേ ആൾക്കാർ വയസ്സ് കുറയുമ്പോൾ തന്നെ 10-23 വയസ്സിലൊക്കെ കല്യാണം കഴിക്കും. ചില ആളുകൾ 10-30-35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ്? Yes. Oh, okay. When are you going? Ni hao. Are you from China? Yes. Dongguran? Ni Songguran? China. I'm from China. Songguran. I don't know also what is it. Songguran? 中国人 yes. Yeah, 中国人。中国人 yes. Ni hao. Ni hao.你要去哪里？ I'm going to back Lushinje? China. Lushinje? Lushinje. Me, I know small Chinese. I went to 我喜欢中国 Chongo good 我喜欢中国 Where do you come from? मैं इंदू ले Oh, India. India India 友好国家。Friendly. yeah 中国मैं喜欢中国印度也是一个美丽的国家，谢谢也是一个有传统的国家。China only small 文明古国。okay നമ്മുടെ കല്യാണം പോയി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം വല്ല ഇന്ത്യയുടെ കോയിൻസോ കറൻസിയോ ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഇല്ല, തൽക്കാലം ബ്രോന് ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ But വേറെ no currency Indian തരാൻ പറഞ്ഞു. currency. ഇത് വേറെ രാജ്യങ്ങളുടെ കറൻസി ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെയിൽ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്ത യാത്രക്കുള്ള പൈസ കണ്ടില്ലേ? ഓരോ രാജ്യങ്ങളിലെ കെട്ടായിട്ട് ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ആരും കാണണ്ട, എൻ്റെ ബാഗും തട്ടിക്കൊണ്ട് പോകും കേട്ടോ. ഇത്രയും പൈസ കാണുമ്പോൾ അതുകൊണ്ട് ഞാൻ ദാശയ്ക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷവർമ്മ ഭയങ്കര അത്യാവശ്യം ഇവിടെ പോപ്പുലറാണ്. നമ്മൾ അസർബൈജാനിലെ ഒരു കടയിൽ നിന്ന് ഷവർമ്മയും വാങ്ങിച്ച് നമ്മൾ അതും കൂടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നല്ല ടയേർഡായെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇതും കൊണ്ട് ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
സമയം വൈകുന്നേരമായപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് നമ്മുടെ സൈറ്റ് സീയിങ്, സിറ്റി സൈറ്റ് സീയിങ് മോസ്കോയുടെ ഒരു ബസ്സാണ് കേട്ടോ ഇവിടെ നമ്മുടെ മുന്നിലായിട്ട് കാണുന്നത്. ഇത് ഭയങ്കര കോമൺ ആണ്. നമ്മളിനി പോകുന്നത് നേരെ നമ്മുടെ മെട്രോയിലോട്ടാണ്, സബ്വേയിലോട്ട്. ഇവിടെ നമ്മുടെ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള ചുമർചിത്രങ്ങളാണ്. പക്ഷേ ഇവിടെ സ്റ്റാർ ഇല്ല കേട്ടോ. സ്റ്റാറിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻ്റെ കമ്മ്യൂണിസം വെച്ച് അരിവാൾ ചുറ്റിക മാത്രമേ ഉള്ളൂ. നക്ഷത്രം ഇല്ല. ഇവിടെ ഒരു നക്ഷത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റായിരുന്നു. ഇത് നമ്മുടെ മോസ്കോയിൽ അല്ലെങ്കിൽ റഷ്യയിലെ ഡീപ്പസ്റ്റ് മെട്രോ ആണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത് നോർത്ത് കൊറിയയിലെയാണ്. ഇവിടുത്തെ മെട്രോയുടെ സൈസ് എന്ന് പറയുമ്പോൾ 84 മീറ്ററും നോർത്ത് കൊറിയയുടെ എന്ന് പറയുമ്പോൾ 110 മീറ്ററും ആണ്. അത്രയും വ്യത്യാസമുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോവാണ്. ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി മാത്രം വരും. മാത്രമല്ല റഷ്യയിലെ മെട്രോകൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ ഒരു മെട്രോയുടെ വേറൊരു സംഭവം എന്ന് പറയുമ്പം 28 ബിൽഡിങ്ങുകളുടെ ആഴ്ചയിലാണ് കേട്ടോ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. 28 ബിൽഡിങ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ എൻ്റെ സുഹൃത്തിനെ മീറ്റ് ചെയ്ത് വന്നപ്പോൾ സമയം കുറേ ആയി. ഇതിനിടയിൽ ആളുകൾ നിരവധി നിങ്ങൾ ഡെയിലി ഇടുന്ന കമൻറ്റ് ഇടും, മാഹിനും പെണ്ണുങ്ങളുണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ ഇപ്പം കമൻറ്റ് കണ്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളും. ഈ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു ആൺ സുഹൃത്തിനെ കണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വേറെ കുറേ ആൺ സുഹൃത്തുക്കളെല്ലാം പല ഭാഗത്താണ്. ഇപ്പോൾ പെൺ സുഹൃത്തുക്കൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ടാണ് പെൺ സുഹൃത്തുക്കളെ മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ നെയ്ലി വേറെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അവിടെ പോയിട്ട് നീ അവിടെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പം എനിക്കറിയില്ല, ഇത് നെയ്ലിയുടെ ഫ്രണ്ടാണ്. ഹലോ. Hello. How are you? Как дела? I'm fine. Как dела? Хорошо. Хорошо. What's your name? My name is Natalia. Yeah. ഇത് നതാലിയാണ്. You born and brought up in Moscow? No, I was born in Siberia. Siberia. I'm from Siberia. It's very cold. Yeah, you came from cold place. And wild place. Yeah. A lot of taiga. Yeah. This is a big forest. Yeah, I know. Yeah, I want to go. Trees and flowers. Okay. പുള്ളിക്കാരി സൈബീരിയക്കാരിയാണ്. പുള്ളിക്കാരി നമ്മളിവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ഭക്ഷണമൊക്കെ അതാണ്ട് പുള്ളിക്കാരി വിളമ്പിയിട്ടുണ്ട്. ഇവിടെ അതാണ്ട് നമ്മുടെ റഷ്യൻ ഹെർബ്സ് ടീ, നമ്മുടെ ചെറി, പിന്നെ എന്തോ വാട്ട് ഈസ് ദിസ്? This is from kabachok. I don't know. Kabachok is this back. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ സംഭവമാണ്. Kabachok, I don't. Patisson. No, kabachok. I think some vegetable. Vegetable and potato. This is potato. And this one. And some greens. Green onion. Green onion. And ukrop. I don't know. Okay. നമ്മുടെ ഗ്രീൻ ഓണിയനും നമ്മൾ ഇതൊക്കെ വെച്ചുണ്ടാക്കിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തോന്നി, ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തില്ലായിരുന്നു. പെട്ടെന്ന് തോന്നി ഇതും കൂടെ ഈ നിമിഷം കൂടെ വീഡിയോയിലാക്കാന്ന്. പുള്ളിക്കാരി ഹസ്ബൻഡ് Yes, I have husband, but he is going from work soon. ഓക്കെ. പുള്ളിക്കാരൻ വർക്കിന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞ് വരും. ഞാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇന്ന് ഇവിടെയാണ് സ്റ്റേ. അപ്പം കുറച്ച് കഴിയുമ്പോൾ നെയ്ലിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരും. ഇതിനിടയിൽ ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അവനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല, സോറി, മറന്നുപോയി. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ലാസ്റ്റ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തത് ഒരു 6 മണിക്കൂർ മുമ്പാണ്. 6 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, അവരുടെ കൂടെ സംസാരിക്കുന്ന സമയത്തിലൊക്കെ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കറാഷോ, സോറി, അയ്യോ മറന്നുപോയി. താങ്ക് യു. Спасибо. Пожалуйста. Я люблю Russia. Я люблю Россию. അതായത് ഐ ലവ് റഷ്യ എന്നാണ് കേട്ടോ. Mahin. Yeah, Mahin. Great to see you. Sit down, please. Thank you so much. You like some tea or drink? Yeah, I am drinking tea and cherry. Okay. Russian kola. Russian kola. Name it kvass. Kvass. You should I think I know this. try. Так, натура. Okay, one. Oh, this Iranian bread. It's same in Iran. Iranian? Yeah, in same Iran they have this type You of like bread. it? You like it? Yeah, I like it. Yeah. In Russian name is lavash. Lavash. In Iran also I think they call lavash. I think lavash. Armenian lavash. Oh, Armenia. Yeah, Armenia, Iran, nearby. Yeah, they have. ഇത് നമ്മുടെ ബ്രെഡിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ് കബാഷോ.
കശ. ഇത് എസ് ആണ്. ദിസ് ഇസ് കബാഷ്. കശ. കബാസ്. ഇത് വി ആണ് കേട്ടോ. കബാസ്. ഇന്നലെ അവർ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എനിക്ക് വേണ്ടി ജാക്ക് ഫ്രൂട്ട് എന്ന് തണ്ണിമത്തൻ വാട്ടർമെലൻ ഒക്കെ എടുത്തു തന്നു. പിന്നെ അടുത്ത എനിക്ക് പുള്ളിക്കാരി ഒരു ഡെസേർട്ട് കൊണ്ടുവരായിരുന്നു. എൻ്റെ അമ്മ കേക്ക്. അതിൻ്റെ ഭയങ്കര ഹോസ്പിറ്റൽ കേട്ടോ. സോ നൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. വാട്ട് ഈസ് ദിസ് ഡെസേർട്ട്? Dessert with chia seeds Oh. and coconut milk and mango. Without sugar. നമ്മുടെ മാംഗോയും നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ചിയ സീഡ്സ് മറ്റേ അതിനെന്തോ പറയുന്ന മലയാളത്തിൽ അത് പറഞ്ഞത് അതൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഇവരുടെ അപ്പാർട്ട്മെന്റ് കണ്ട് ഇതൊരു അപ്പാർട്ട്മെന്റ് ഏരിയ ആണ്. ഫുള്ള് ഇതുപോലുള്ള ഫ്ലാറ്റുകളാണ്. മൈ സിറ്റി ഈസ് തിരുവനന്തപുരം. അവർക്ക് ലാസ്റ്റത്തെ ഇത് പറയാം. യു ക്യാൻ ട്രൈ. തിരുവനന്തപുരം. തിരുവനന്തപുരം. You can try. He is better because he knows Spanish. തിരുവനന്തപുരം. No. തിരുവനന്തപുരം. No. തിരുവനന്തപുരം. Puram. Yeah, തിരുവനന്തപുരം. What is it? It's my city name. Puram. Yeah, correct. Yeah, you are nice. He is polyglot. Polyglot? It's a man who know many language. Oh. Who Oh, who know many languages called polyglot. 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 In English? Maybe. In Russian. Maybe Russian. Maybe Latin. Oh, which language you speak? What? What languages do you know? Russian. Oh, no. Russian. I can write, Spanish speak, and English. understand little bit. Okay. Spanish, English, Oh, okay. and a little bit Chinese. For Ni hao, ni hao. Ni hao. I know. Chinese language. Ni hao Chinali. Okay, he has a role. Ni hao. Sese. Sheshe, ni hao, ni hao Chinali. He has Washi. a role in. ഇവിടെ പുള്ളിക്കാരൻ Okay. പട്ടി കളിപ്പിക്കുന്ന നോക്കിക്കോളെ. Each dance. Ay, молодец. ഡാൻസ് കളിപ്പിക്കുകയാണ് കേട്ടോ. Good boy. Wait, one more. Give me your hand. Yeah. Sit down. Yeah. Okay. По-русски говорю. Sit. Сидеть. ഓ സിറ്റ് പറഞ്ഞപ്പോ ഇരുന്നു. Лапу дает. Good. സിറ്റ് ഡൗൺ. Сидеть. Сидеть. എൻ്റെ അമ്മോ. Дай лапу. Лапу. Ай, молодец. Лапу, give me hand. ഓ ലാപ്പോ മീൻസ് ഗിവ് മീ ഹാൻഡ്. കൊള്ളാം കേട്ടോ. സിറ്റ് എന്ന് പറഞ്ഞപ്പോ ഇരുന്നു. ഹൗ യു സേ കം ഓൺ? സ്റ്റാൻഡ് അപ്പ്. Stand up. No. Oh, only you say sit down. Only dance. Sit down. Only sit down. Ты Only молодец. dance and sit down. Ну давай еще потанцуем. നോക്കുന്നുണ്ടല്ലേ അവൻ? His hand. ഒളിഞ്ഞിങ്ങനെ നോക്കുവാണ് കേട്ടോ ഭക്ഷണം തീർന്ന്. Ричи, ты хорошая собака, да? Не золотой. കണ്ടോ സംസാരിക്കുമ്പോ നോക്കുന്നുണ്ടോ? ഹൈ കോണ്ടാക്ട് വെക്കുന്നുണ്ടോ? Ты хорошая. Good boy. Ты хорошая собака, да? Ты умничка. എനിക്ക് കുറച്ച് തൊണ്ടവയ്യെ വയ്യാതായപ്പോ എത്ര ഒരു മെഡിസിൻ ബോക്സ് ഫുള്ള് തുറന്ന് ലതാലിയ But Ayurvedic medicine. ആയുർവേദിക് Шиши. ഇതൊക്കെ ആയുർവേദൊക്കെ ഇന്ത്യക്ക് ഇതാണ്. എനിക്ക് നാട്ടിൽ 4 മെഡിസിൻ തന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ഇവരുടെ സൈബീരിയൻ ഒരു ഡ്രിങ്ക് തന്നു. പിന്നെ വേറൊരു ഡ്രിങ്ക് തന്നു. ഓൾറെഡി ഞാൻ 2 മെഡിസിൻ കുടിച്ചതായിരുന്നു. പിന്നെ വിറ്റാമിൻ സി 3 കഴിച്ചായിരുന്നു. ഇപ്പൊ തന്നെ അടുത്ത 2, 3. I'm Russian woman. Oh my god, mom. Yes. Oops. പുള്ളിക്കാരി കഴിഞ്ഞില്ല. അടുത്ത വീണ്ടും നോക്കുവാണ് കേട്ടോ. А ты уверена, что они вместе будут содействовать? А? Ты уверена, что они вместе будут? ഇത് кണ്ടിട്ട് മറ്റേ മീൻകുളിയെ പോലെ ഉണ്ടല്ലോ. അടുത്തത് മീൻകുളിയ ഗാർലിക്. ഞാനിന്ന് 150 മെഡിസിൻ കഴിക്കേണ്ടി വരുമല്ലോ. Ты уверена, что они действуют вместе? Короче, между приемом и пищей. Thank you. It's okay. You know, she knows everything, Natalie. My Natalie.
അവർ ഇത്രയും നേരം പുറത്തു പോയിരിക്കുമായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ലൂസ് മോഷനൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇതാണ്ട് അവർ മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ആലോചിച്ചു പോകും, ഞാൻ എന്താ പറയുക പുണ്യങ്ങളാണ് ചെയ്യുന്നത് ഇത്ര എനിക്ക് സഹായങ്ങൾ കിട്ടാനെന്ന്. അഫ്കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയാറില്ല, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് എവിടെ വയ്യാതെ കിടന്നാലും എനിക്കിതുപോലുള്ള നല്ല സുഹൃത്തുക്കളുണ്ടാവും എന്നെ ടേക്ക് കെയർ ചെയ്യാനും എന്നെ പരിചരിക്കാനും. കണ്ടില്ലേ ഇത്രയും മെഡിസിൻ കൊണ്ടുവന്ന കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിൽ രാവിലെ കുറേ മെഡിസിൻ തന്നു. എന്നിട്ട് അവർ പുറത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഈവൻ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തോ ഭയങ്കര ഭാഗ്യമുണ്ട്. ഇപ്പം എനിക്ക് വേണ്ടി വന്നിട്ട് അവർ ഭക്ഷണം പാകം ചെയ്യുവാണ് കേട്ടോ. Такая небольшая проблема. Да, это кратковременный стресс. Are you talking to me? Нет, ты... What's that? Medicine test. It's for test. When you wanna test your blood, your pee, you know. And she gave us. I told he understands it. Oh, the bottle. Yeah, I understood. Bottle. Special bottle for Oh. analysis. Как നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ കുപ്പിയിലാണ്. What is this? It's a perga. It's from the bees. From the bees. You know, bees. Bees. No, like yes, product, but it's better because it's like so many micro elements there, and it's very healthy. Perga. Yes, because Russian we know about healthy food. കുറേ സാധനങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുകയാണ്. In the morning you have to eat a bit more. Every morning. ഞാൻ ഇന്ന് പകലൊരു 5 മണിക്കൂറിനിടയിൽ ഒരു 10 ചായ കൂടുതൽ കുടിച്ചിട്ടുണ്ട്. പിന്നെ കുറെ മെഡിസിൻസ് സംഭവങ്ങള്. അടുത്ത വേറെ എന്തോ എനിക്ക് വേണ്ടി പാക്ക് ചെയ്യാണ് അവര്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ റഷ്യയിലെ മോസ്കോയിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവരും ബൈ.